വൈകുന്നേരം ആവുമ്പോ നല്ല മഴയൊക്കെ അല്ലേ. എന്നാ ഇന്നൊരു മാമ്പഴ പുളിശ്ശേരി വെക്കാന്ന് കരുതി. വീട്ടിൽ പോയിട്ട് വന്നപ്പോ കിട്ടിയതാട്ടോ. നല്ല മൺകലത്തി മാമ്പഴ പുളിശ്ശേരി വെക്കുന്ന ഒരു സുഖം വേറെ തന്നെയാട്ടോ. ഒരു 14 മാങ്ങയോളം നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. മാമ്പഴം ഞാൻ തൊലി പൊളിച്ച എടുത്തേക്കുന്നു കേട്ടോ. വേണമെങ്കിൽ ചെത്തിയെടുക്കാം. മൺകലത്തിലേക്ക് മാമ്പഴം ഇട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പാകത്തിന് ഉപ്പിട്ട് കീറിയ പച്ചമുളകും കുറച്ച് ചെറുള്ളി അരിഞ്ഞതും ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കുറച്ച് മഞ്ഞപ്പൊടിയും തൂക്കി നന്നായി ഇളക്കി നമ്മൾ വേവിക്കാൻ വെച്ചു. മാമ്പഴം പാകമാകാൻ ഒരുപാട് ടൈം ഒന്നും വേണ്ട കേട്ടോ. തിളച്ചെന്ന് വരുമ്പോഴത്തേനും നമുക്ക് കുറച്ച് ശർക്കര കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല പുളിയുള്ള മാങ്ങയാട്ടോ, എന്നാൽ ആവശ്യത്തിന് മധുരവും ഉണ്ട്. മാമ്പഴം ഏറെ ഉള്ളത് കൊണ്ട് അരപ്പിന് വേണ്ടി 1.5 മുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി, ചെറുള്ളി, കാന്താരിമുളക്, ജീരകം, കുറച്ച് വെളുത്തുള്ളി, കുറച്ച് വെള്ളം കൂടി ചേർത്ത് മിക്സിയിലിട്ട് വെണ്ണ പോലെ അരച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ തിളച്ച് കിടക്കുന്ന മാമ്പഴത്തിനകത്തോട്ട് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിന്റെ പശപ്പൊന്ന് മാറി കിട്ടിയാൽ മതി. ഇതിലേക്ക് കടുക് താളിച്ചിടാം കേട്ടോ. എണ്ണയ്ക്കകത്ത് കടുക് പൊട്ടിച്ച് ചെറുള്ളി അരിഞ്ഞതിട്ട് മൂപ്പിച്ച് കുറച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് നല്ലപോലെ മൂത്തതിന് ശേഷം കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കും. അത് നന്നായിട്ട് ഇളക്കിയും കൂടെ കൊടുത്താൽ മാമ്പഴ പുളിശ്ശേരി റെഡി. കുറച്ച് നാടൻമത്തി മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് വറുത്തും കൂടെ എടുത്തു. മോദക്കറി നമ്മൾ നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ചോറും നമ്മുടെ മാമ്പഴ പുളിശ്ശേരി, മത്തി വറുത്തതും മോദക്കറിയും കൂടെ കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു.